Hello, I'm Shilpa. I'm coming from Trivandrum. ഞാനിവിടെ അക്കാക്കി സെത്തിലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 6th ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷം ആവുന്നുണ്ട്. ആദ്യം പഠിച്ചത് യുക്രൈനിലായിരുന്നു. അപ്പൊ അവിടെ വാറിന്റെ ഒരു ഇഷ്യൂ കാരണം ഇവിടെ ട്രാൻസ്ഫർ എടുത്തിട്ട് അക്കാക്കിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ യുക്രൈനിലെ ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ടെർണോപ്പിൾ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടെ അക്കാക്കി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ഇവിടെ കുത്തീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയ ടിബ്ലിസിന്ന് ഒരു 3 to 4 hours ട്രാവൽ ആണുള്ളത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് 1930-ലാണ്. ഇവിടെ ജോർജിയയിലുള്ളതിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഞങ്ങളുടെ അക്കാക്കി സെർത്തലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതുപോലെ ഞങ്ങൾ വാർ കഴിഞ്ഞിട്ട് വന്നത് കൊണ്ട് തന്നെ കൺട്രി എത്രത്തോളം സേഫ് ആണ്, ഇവിടുത്തെ ലോക്കൽസ് എങ്ങനെയാണ്, നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ അക്കാക്കി എടുത്തപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചും ത്രൂ ഗൂഗിളും പിന്നെ കുറേ ഏജൻസി വിളിച്ചിട്ടും ഒക്കെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് എടുത്തപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോഴത്തെ ഫാക്കൽറ്റി ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ സ്റ്റുഡൻസിനെ അവർ എൻകറേജ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അവർ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്യും. നമുക്കിപ്പം ഫോണിലാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ടീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ടൈം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട്. പിന്നെ നമുക്ക് ബേസിക്കലി 3rd ഇയർ ആകുമ്പോഴത്തേനാണ് നമുക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്കിപ്പം മിക്ക ക്ലാസ്സസും ഹോസ്പിറ്റൽസിലാണ്. ഒരു 3rd ഇയർ തൊട്ടുള്ള വരുന്ന സബ്ജക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ്. അപ്പൊ നമുക്ക് ടീച്ചേഴ്സ് ഇപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് നമുക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പേഷ്യൻസിനെ കാണാനും അവരെ നമുക്ക് ലാബ് റിപ്പോർട്ടൊക്കെ മാം നമുക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പൊ ക്ലാസ്സിൽ മിക്ക നമുക്ക് ഉള്ളത് കേസ് ഡിസ്കഷനും ബാക്കി സർജറീസ് അറ്റൻഡ് ചെയ്യലാണ് നമ്മുടെ ക്ലിനിക്കൽ സബ്ജക്ട്സിൽ വരുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. ഞങ്ങളിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ 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 വന്നിരുന്നാൽ പഠിക്കാറുള്ളത്. ഇവിടെ ആവശ്യമുള്ള മെഡിക്കൽ ബുക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളിവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അപ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വൈഫൈ ആക്സസ് ആണ്. എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ ആക്സസ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിന് ഒരു 2nd സെമസ്റ്റർ തൊട്ട് ഞങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്കി സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ക്ലിനിക്കൽ സബ്ജക്ട്സ് മെയിൻലി വരുന്ന 3rd ഇയർ ആണെങ്കിലും ഇവിടെ 2nd സെമസ്റ്റർ തൊട്ടേ എല്ലാ സ്റ്റേഷനും നമ്മൾ അതാത് സബ്ജക്റ്റിൻ്റെതായിട്ടുള്ള ക്ലിനിക്കൽ സ്കിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടൽ ഒരു 6 സ്റ്റേഷൻസ് വരുന്നുണ്ട്. അവർ ടൈം ലിമിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റേഷൻസിലോട്ട് പോകുന്നത്. അപ്പൊ അതൊരു മെയിൻ എക്സാം ആയിട്ട് എല്ലാ സെമസ്റ്ററിലും വരാറുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ ഈ ഒരു സ്റ്റഡി പീരീഡിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജിലാണ് ഞാൻ ഈ ട്രാൻസ്ഫർ എടുത്ത് ഇവിടെ അക്കാക്കിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ഒക്കെ വന്നൊരു പീരീഡ് ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശേഷമാണ് ഞാനൊരു ക്ലിനിക്കലി ആണെങ്കിലും എൻ്റെ നോളജ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യണം എന്നും അത്രയും ടീച്ചേഴ്സും ഒത്തിരി എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇനിയും കുറച്ച് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. ആസ് എ 6th ഇയർ സ്റ്റുഡന്റ് ജോർജിയയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് സെപ്റ്റിലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.